കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കുറെ ആഴ്ചകളായി റോമാലേഖനത്തിന് വായിച്ചു. 2 ആഴ്ച മുമ്പേ ആമുഖം 1 മുതൽ അതിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. പിന്നീട് അതിന് ശിഷ്ടമുള്ള ഭാഗം, റോമാലേഖനത്തിന്റെ 1-ാമത്തെ ഭാഗം പാപം എന്താണെന്നും ആ പാപം ചെയ്ത മനുഷ്യനെ എങ്ങനെ ദൈവം ന്യായം വിധിക്കുന്നു എന്നും ഉള്ള ഒരു വിഷയമാണ് പാപം. ആ ഭാഗം 1:18 മുതൽ 3:20 വരെയുള്ള ഭാഗങ്ങൾ. ഈ 1:18 മുതൽ 3:20 വരെയുള്ള ഭാഗങ്ങളിൽ നാം ഒരു 4 വിഭാഗം ജനങ്ങളെ കണ്ടു. 4 വിഭാഗം ജനങ്ങളെ അവർ എപ്രകാരം പാപികളായിരിക്കുന്നു എന്നും അവരെങ്ങനെ ദൈവത്തിനാൽ നീതിമാനാകുന്ന ദൈവം അവരെ എപ്രകാരം ന്യായം വിധിക്കുന്നു എന്നും വിശദീകരിക്കുന്ന 1-ാമത്തെ ഭാഗമായ പാപം എന്ന പോർഷനിൽ 4 വിഭാഗം ജനങ്ങളെ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ് 4 വിഭാഗം? അല്ല, 4 വിഭാഗം. ഒന്ന് ജാതീയ ലോകം. ആ പറഞ്ഞവര് പറയണ്ട, വേറെ മറ്റുള്ളവര് പറയുക. ഒന്ന് ജാതീയ ലോകം. 2-ാമത്തെ വിഭാഗം ഇത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതാ. പറഞ്ഞു, ആരാ പറഞ്ഞേ? 2-ാമത്തെ വിഭാഗം യഹൂദൻ. 3-ാമത്തേത് സ്വയനീതിക്കാർ. എല്ലാവരും വിമർശിക്കുന്ന പറക്കണ കാക്കയോട് ചോദിക്കും, ഇങ്ങനെയാ പറക്കുക, അങ്ങനെ ചോദിക്കും. എല്ലാറ്റിനും വിമർശിക്കുകയും ഒന്നും ചെയ്യാത്തവർ. 4-ാമത്തെ വിഭാഗം ആദാമ്യവർഗം. യഹൂദൻ എന്നില്ല, യവൻ എന്നില്ല, സകലരും പാപം ചെയ്ത് ദൈവകൃപയിൽ തകർന്നു പോയവർ. അപ്പൊ 4 വിഭാഗം. ഒന്ന് ജാതീയ ലോകം, ഒന്ന് യഹൂദന്മാർ, ഒന്ന് സ്വയനീതിക്കാർ, 4 ആദാമ്യവർഗം. യവനും യഹൂദനും എല്ലാം ചേർന്ന എല്ലാവരും വർഗം. ഈ 4 വിഭാഗത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ അതിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ ജാതീയ ലോകത്തിന്റെ പാപങ്ങളും അവരുടെ എങ്ങനെ അവർ പാപികളായി തീർന്നു എന്നുള്ളതും അവരെ ദൈവം എങ്ങനെ ന്യായം വിധിക്കുന്നു എന്നതിന്റെയും വിശദീകരണമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ധ്യാനത്തിന് കഴിഞ്ഞ ദിവസം ഇതിന്റെ ചെറിയൊരു ആമുഖമൊക്കെ ഞാൻ പറഞ്ഞു പോയത്. അതുകൊണ്ട് ആ പറഞ്ഞ ഭാഗം വിശദീകരിക്കാതെ മറ്റു ഭാഗത്തിലേക്ക് പോകാൻ ഇത് ആവശ്യമായതുകൊണ്ട് 18-19 വാക്യങ്ങൾ വായിക്കാം. അനീതി കൊണ്ട് സത്യത്തിൽ അടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ. ഇവിടെ പറയുന്നു, ഇവിടെ 2 സ്വഭാവം പറഞ്ഞു, അനീതിയും അബദ്ധിയും. ദൈവം താൻ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയ ദൈവത്തിന് മുമ്പിൽ നാം ഭക്തിയോടെ ജീവിക്കാതെ അബദ്ധരായി ജീവിക്കുന്നു, അനീതിയുള്ളവരായി ജീവിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചല്ലോ, അഭക്തി എന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിലും അനീതി എന്നുള്ളത് മനുഷ്യരോടുള്ള ബന്ധത്തിലുമാണ്. ദൈവത്തോട് അഭക്തിയുള്ള മനുഷ്യനെ അനീതി ചെയ്യുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല തന്റെ സഹജീവികളോട്. അവൻ തന്റെ സഹജീവികളോട് ഒരു അനർത്ഥം ചെയ്യുന്ന, ഒരു അനീതി ചെയ്യുവാൻ, ക്രൂരരാകാൻ അവർക്ക് യാതൊരു മടിയും വരികയില്ല. അപ്പൊ ഇവര് ദൈവത്തിന് സകലതും വെളിപ്പെടുത്തിയിട്ടും അഭക്തിയിലും അനീതിയിലുമാണ് അവർ ജീവിക്കുന്നത്. ഇതുകൂടാതെ 21-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവരുടെ ബാക്കിയുള്ള വീഴ്ചകൾ, പാപങ്ങൾ എന്താണെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന്റെ ദൈവമെന്ന് ഓർത്തും അംഗീകരിക്കുകയോ. 1-ാമത്തെ അവരുടെ പാപം, അവർക്ക് ദൈവത്തെ എന്ത് ചെയ്തു?
അറിഞ്ഞു. കേട്ടോ, ദൈവം ആരാണ് എന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തവരല്ല, ദൈവത്തെ കൃത്യമായി അറിഞ്ഞവരാ. എന്നിട്ട് പറഞ്ഞു ദൈവത്തെ അറിഞ്ഞിട്ടും ഒന്നാമത്തെ നേരത്തെ വായിച്ച അനീതിയ ഭക്തി മഴ ഇരിക്കുമ്പോൾ അതിന് ആ കാറ്റഗറിയിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അവരെന്ത് ചെയ്തു? ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ചില്ല. ദൈവത്തെ എങ്ങനെ മഹത്വീകരിക്കണം? ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് മഹത്വീകരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന അഭാഗതയാ. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക. ചുമര എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, നമ്മൾ കുടിലല്ല ജീവിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ഇങ്ങനെ ചാരി ഇരുന്ന് വേണമെങ്കിൽ കാലൊക്കെ ഒന്ന് നീട്ടി വെച്ച് കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കി വെച്ച് അങ്ങനെ കർത്താവിയുടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിങ്ങൾ ആരുടെ മുമ്പിൽ ഇരിക്കണമെന്ന ബോധമുണ്ടോ? നിങ്ങൾ ആരുടെ മുന്നിലിരിക്കുന്നത് ബോധ്യമുണ്ടോ? ഇതല്ലേ ദൈവത്തെ നിന്ദിക്കുന്നത്? ഈ രാജ്യത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിങ്ങൾക്ക് കാലി നീട്ടിയിരിക്കാവോ? ഒരു മന്ത്രിയുടെ മുമ്പിൽ നിങ്ങൾ കാലി നീട്ടുമ്പോ പോലീസുകാരെ വന്ന് മുട്ടുകാലി തല്ലുപിടിക്കും. പക്ഷെ ദൈവത്തിന് മുമ്പിൽ മുട്ടി നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ യാതൊരു കുഴപ്പമില്ല. ചിലര് വരും ഭാഷയെ മുട്ടിന് വല്ല കഴപ്പൊക്കെയാണ്. ശരിയാ, അത് മാറാൻ ഈ മുട്ടുകഴപ്പും ഇതൊക്കെ മാറാൻ ഞാൻ സുഖം പറഞ്ഞാൽ ഒരു മരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം. ഈ ആണികളിൽ ഭാരം താങ്ങി കാലുകളിൽ നെരിയാതിന്റെ നടുവിലൂടെ ഒരു ആണി കയറി 3 ആണികളിൽ ഒരു 10-70 കിലോ ഭാരമുള്ള ശരീരം കരുതുന്നത് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ട്. അത് സഹിച്ച വേദനയ്ക്കാൾ ഒരു വേദന നിങ്ങൾക്കില്ലല്ലോ. ആ വേദന ധരിച്ച് എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ, എനിക്ക് ജീവൻ തരാൻ, എന്നെ ഉദ്ധരിക്കാൻ, എന്റെ ശാപത്തെ നീക്കാൻ, എന്റെ പാപക്കടകളെ മാറ്റാൻ കാൽവരി കുരിശിന്മേൽ 3 ആളുകളിൽ തൂങ്ങപ്പെട്ട കർത്താവേ, നീ സഹിച്ച വേദനയേക്കാൾ അധികമല്ല എന്റെ വേദനയെന്ന് നിന്റെ ഉള്ളത്തിലൊന്ന് തോന്നിയാൽ ആ വചനത്തിന്റെ അകത്തേക്ക് ഔഷധമായി വരും. മനസ്സിലായോ? നമ്മൾ ബൈബിൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വായിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് വിട്ടുപോയി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, നമ്മൾ ബൈബിൾ വായിച്ചോടുകൂടി നമ്മൾ പുസ്തകം മടക്കുന്നതും കൂടെ വായിച്ച ഭാഗം മടക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വായിച്ച അധ്യായം ബൈബിൾ മടക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? വായിച്ച ഭാഗം മടക്കും. പുസ്തകത്തിലല്ല, മണ്ടല്. ഈ വചനങ്ങളൊന്നും നമ്മുടെ ഇവിടെ കയറുന്നില്ല. ദൈവം എങ്ങനെയാ നിങ്ങളെ വിടിവിക്കുന്നത്? അവൻ വചനമായി വിടിവിക്കും. അപ്പൊ നിങ്ങൾക്ക് വിടുതലിന് ആവശ്യമായ, നിങ്ങളുടെ സൗഖ്യത്തിന് ആവശ്യമായ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായ ഒരു തിരുവചനം നിങ്ങളുടെ ഉള്ളിൽ പറ്റിയിട്ടില്ല. ക്രിയ ചെയ്യുന്ന ഒന്നും നിങ്ങളുടെ അകത്ത് ഇല്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒന്നും അതിനകത്തില്ല. ദൈവത്തിന്റെ അംശം ഇതിലില്ല. വചനം ദൈവമല്ലേ? ഇതാ മക്കളെ, ഞാൻ നിങ്ങളോടൊക്കെ പറയാറുള്ള വേദപുസ്തകം പറയാൻ നിങ്ങളെ ചീത്തോടെ സന്തോഷമായിട്ടല്ല. നിങ്ങളുടെ അകത്ത് ദൈവവചനം കടന്നാലേ ദൈവം നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതം ഉയർന്നു പോകാൻ കഴിയും. ബൈബിൾ ഇല്ലാത്ത കാലത്ത്, എഴുതപ്പെട്ട ബൈബിൾ ഇല്ലാത്ത കാലത്ത് 4 യുവാക്കന്മാർ അന്യദേശത്തൊരു കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ അവർക്കെല്ലാം അനുവാദം കിട്ടിയിട്ടു. അവര് പറഞ്ഞു, അവർ മുല്ല പൊട്ടിക്കുന്ന പ്രായത്തിൽ അവരുടെ അമ്മ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നീ യഹൂദനാണ്, നിനക്കൊരു ഭോജന ദൈവമുണ്ട്, നീ തോന്നിയതില്ല തിന്നല്ലേ. നമുക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ വിട്ട് വേറൊരു ദൈവത്തെ ആരാധിക്കരുത്.
ആ യഹൂദ ബാലന്മാരുടെ അമ്മമാർ അത് അവർ ഉള്ളത്തിൽ എഴുതി കൊടുത്തത് കൊണ്ട് ബാലന്മാരായ 10-15 വയസ്സായ അവ ലോകത്തിൽ ഏത് സന്തോഷം കണ്ടാലും അതിന് പിന്നെ ഓടി നടക്കുവാൻ ആരും കാണുന്നില്ല ഉത്തമ ബോധ്യമുള്ള മക്കൾ അതിനെ പുറകിലോടി ആസ്വദിച്ചുകൊണ്ട് വീട്ടിലേക്ക് കത്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഭാവന പറയുകയാണ്, അമ്മേ ഞങ്ങളുടെ കഷ്ടതയ്ക്ക് മാറി ഞങ്ങളിപ്പോ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് രാജാവ് തരുന്ന ഭക്ഷണമാണ്, രാജാവിന്റെ വീഞ്ഞാണ് ഞങ്ങൾക്ക് തരുന്നത്. ദൈവം ഞങ്ങളെ വായിച്ചെന്ന് പറഞ്ഞ ഭക്തിയുടെ അമ്മ പറഞ്ഞു, മോനെ ചതിപറ്റി. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ നന്നായാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. അമ്മ പഠിപ്പിച്ചത് തിന്നല്ലേ മോനെ, അത് സുഖിക്കല്ലേ മോനെ, അത് ദൈവത്തെ ദൈവമായ നിന്റെ ബന്ധത്തെ മലിനപ്പെടുത്തുക. മോശെ പുലകുടി മാറുന്നവരെ മാത്രമല്ല അവന്റെ അമ്മയ്ക്ക് കിട്ടിയുള്ളൂ. പിന്നെ കൊട്ടാരത്തിൽ മിസ്രിന്റെ കൂടിയല്ലേ ജീവിച്ചത്. 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ആരാ പറഞ്ഞ, മോശെ നീ ഈ കൊട്ടാരവാസിയല്ല, ആ പുറത്ത് ഇഷ്ടിക്കപ്പെടുന്ന അടിമകളിലാണ് നിന്റെ പൈതൃകം, അതാണ് നിന്റെ ജനത എന്ന് അവനോട് പഠിപ്പിച്ചതാണ്. മുലകുടി മാറുന്നതിന് മുമ്പേ അവന്റെ അമ്മ അവനെ നിക്ഷേപിച്ച ദൈവവചനം. അവൻ മക്കളുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ അയ്യോ അമ്മമാരുടെ വേവലാതികളാണ്. എന്ത് തിന്നാലാണ് ഒന്ന് തീർപ്പിക്കാൻ പറ്റുക? ഒന്നും ക്ഷീണിക്കരുത്, ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ നിത്യത കാണുന്ന താല്പര്യമുള്ളത്? നിങ്ങൾ മരിച്ചെന്ന് വയ്ക്കുക, നിങ്ങൾ മരിക്കണ്ട, ഞാനാ മരിക്കാം, അപ്പൊ കുഴപ്പമില്ല. നിങ്ങൾ മരിച്ചത് വാശി വന്നിട്ട് മരിച്ചെന്ന് പറഞ്ഞല്ല, ഞാൻ മരിച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി. അപ്പൊ എനിക്ക് എന്റെ മക്കൾക്കൊക്കെ ഞാൻ നല്ല ഫുഡ് കൊടുത്തിട്ടുണ്ട്, പാലും മുട്ടയും എന്താ പറയാ ക്വാണ്ടിറ്റിയും ഹോർലിക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ടാൾ വയസ്സോ പോലെ വായിക്കില്ല, രണ്ടാൾ വായിക്കുന്നില്ലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് എത്തിയല്ലോ, മൂക്കിൽ വഞ്ഞി വെച്ചപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളെന്റെ മുമ്പിൽ ഇത് സമയം പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രതീക്ഷ എന്താണ്, കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ മക്കളൊക്കെ ഇത് വരും. ഞാൻ വിചാരിക്കുക വരില്ല, വിചാരിക്കുക. കാരണം അവരവിടെ എത്താനുള്ളതൊന്നും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, അവിടേക്ക് എന്നോട് കൂടെ എത്താനുള്ളതൊന്നും ഞാൻ എത്തിയിട്ടില്ല, കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തത് ഫുഡാ. ഏത് പിറ്റേ ദിവസം കക്കൂസിൽ പോണത്, അല്ലാതെ വല്ല കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പൈസല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാത്തിരുന്നു. കഴിഞ്ഞു, അവൻ രജിസ്റ്ററിങ് കഴിഞ്ഞു തുടങ്ങി, നോക്കി അപ്പോഴും മക്കൾ വന്നില്ല. അപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുക. ഇതൊന്നും അക്ഷരിക്കാൻ നടക്കുന്ന കാര്യമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി, മക്കളെ വളർത്തുന്ന ഗൗരവം മനസ്സിലാക്കാൻ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു അവസരം കിട്ടി. ആമേൻ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാമിന്റെ പടിയിൽ പോയിരിക്കുക, ഒരു കാറ്റോളാൻ. അപ്പോട്ട് അവിടുന്ന് ഡാഡിയേന്ന് വിളി, ഡാഡിയേന്ന് വിളി. ഞാൻ നോക്കുക, താഴേക്ക് മോടിക്ക് നോക്കാൻ പറ്റില്ല, താഴേക്കാൻ നോക്കിയ അല്ലേ, താഴേക്കാൻ നോക്കിയപ്പോ അത് ചിഞ്ചുപോലും ഉണ്ണിമോനും അവിടെ തീയിൽ കിടന്നിങ്ങനെ പുളയ്ക്കുന്നു. ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവ് എൻ്റെ മക്കളാട്ടാ, ഞാൻ പാസ്റ്റായിട്ട് ജീവിച്ചത്, ഇവരിനെ അങ്ങോട്ട് കടത്തുവോ ദൈവമക്കളെ? കടത്തുവോ? അമ്മമാരെ പറയുന്നത് കടത്തുവോ? ഇല്ല. നിങ്ങളുടെ മക്കളെ കടത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവിടെ വചനം കൊടുക്കാതെ, അവർ ആത്മീക ജീവിതം നയിക്കാതെ, അവർ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാതെ, അവർ ദൈവസ്ഥലിൽ ജാഗരിക്കാതെ അതിന് മേൽനോട്ടം കൊടുക്കുക. നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ദാനത്തെ വിശ്വസ്തമായി നീ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം നെഞ്ചിട്ട് വെച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വചനം കൊടുത്തു, മായമില്ലാത്തത് അവരെ നിത്യതയ്ക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേദന ഇല്ലാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ. എന്റെ സുഹൃത്ത് ഡേവിഡ് മോനെ കുഞ്ഞ് 16 വയസ്സിലാണ് മരിച്ചത്. നിങ്ങൾ പലരും കേട്ട് കാണുമല്ലോ, ഈ മുക്കിന്റെ പുറത്ത് വർദ്ധപ്പെട്ട വീട് ഓപ്പോസിറ്റ്. അവന്റെ അമ്മയ്ക്ക് ഭയങ്കര മമ്മിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോ അവൾക്ക് ഉമ്മ കൊടുത്ത് പോകുന്നതാ, അന്ന് ഓർത്തില്ല. തിരക്കൂട്ടിയപ്പോ അവൻ വണ്ടി വന്നപ്പോ അവനങ്ങ് ഓടിപ്പോ, എന്നും അമ്മയ്ക്ക് ഉമ്മ കൊടുത്തേ പോ. അമ്മ അവന് ഉമ്മ കൊടുക്കും, അന്ന് കൊടുക്കാൻ രണ്ടുപേരും നടന്നില്ല. പിന്നെ കിട്ടിയത് മോന്റെ തിരക്കൂടിയാണ്. ഒരമ്മ തകരില്ലേ, ഒരമ്മ വേദനിക്കില്ലേ, കരയാൻ വേറെ വല്ലതും കാണണം. പക്ഷെ ആ സ്ത്രീന് അന്ന് വന്നവർക്കറിയാം, അവളവിടെ കരഞ്ഞില്ല, അവളവിടെ കരഞ്ഞില്ല. അന്നത്തെ നമ്മുടെ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയർമാൻ ജയപ്രകാശ് വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ പറയാണ്. അത് പറഞ്ഞെന്താണ്,
ഞാൻ ഇവിടെ നിരവധി ഇങ്ങനെയുള്ള മരണ വീട്ടിലേക്കും പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ കാറിലിരിക്കുമ്പോൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, എന്താണ് വാക്കുകൾ നിങ്ങളുടെ മധ്യ പറയേണ്ടതെന്നുള്ള വിഷമിച്ച് വാചകങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അനുശോചനം പറയാൻ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കണ്ട നിങ്ങളുടെ ശാന്തതയും അവരെ ഞാൻ പ്രതീക്ഷിക്കാത്ത മറുപടിയും കാണാത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ വിശ്വാസം ശക്തമായതാണ്. ആമ സംസ്കാര ശുശ്രൂഷയിൽ അവന്റെ അമ്മ പ്രസംഗിച്ചു, എന്റെ മകനെ 16 വയസ്സ് വരെ വളർത്തുവാനേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ. ഇതിനകത്ത് ദൈവത്തിന്റെ കാര്യപരിപാടി ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ഞാൻ എന്റെ മകനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. എന്റെ മകൻ ദൈവ പൈതലാണ്. അവൻ ദൈവ കൃപയിൽ ജീവിച്ചവനാണ്. അവന്റെ സഹപാഠികളോട് സുവിശേഷം പറയുന്നവനാണ്. അവൻ സ്കൂളിലെ പ്രേ ഗ്രൂപ്പ് നടത്തുന്നവനാണ്. അവൻ നിത്യതയിൽ കാണും. അത് കഴിഞ്ഞ് അവള് നല്ല സുവിശേഷം പറഞ്ഞു, യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. കഴിയും നിങ്ങളുടെ മക്കൾ ആരും മരിച്ചാൽ ഈ ചങ്കുറപ്പ് എത്ര പേർക്ക് കാണും? നിങ്ങൾക്ക് അവരെ നിത്യതയിൽ എത്തിക്കാൻ കഴിഞ്ഞെന്നുള്ള ഉറപ്പുള്ള എത്ര അമ്മ കഴിയുന്ന മതിക്കല് അമ്മമാരുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നില്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഒന്നും കൂടെ വിഷമമുണ്ടാവും. ചില കാര്യങ്ങൾ വിഷമമുണ്ടാകുന്നത് കാരണം ഈ ശരീരത്തിൽ എന്തെങ്കിലും പഴുപ്പം മുറിവൊക്കെ വന്നാൽ ആശുപത്രിയിൽ പോയാൽ വേദനിക്കാണ്ടിയാണോ ചെയ്യുക? ഒരു കാര്യമില്ലാത്ത. ഞാൻ കഴിഞ്ഞ ആഴ്ച കുട്ടികൾക്ക് ഒരു ഹോംവർക്ക് കൊടുത്തിരുന്നു. എന്താ മക്കളെ വല്ല ഓർക്കുണ്ട്? എന്താ തന്നെ കഴിഞ്ഞ ആഴ്ച എല്ലാ കുട്ടികളും, മുതിർന്നവർ വേണ്ട, കുട്ടികൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഞായറാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞു. ആർക്കെങ്കിലും ഓർക്കുണ്ടോ? പുറകിലേക്ക് നമ്മ അപ്പന്മാർ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞത് ഇവർ ആരെങ്കിലും കേട്ടായിരുന്നു? നിങ്ങൾ വീട്ടിൽ വന്ന് ചോദിച്ചോടാ പാസ്റ്റർ പറഞ്ഞത്, അല്ലെങ്കിൽ മോളെ പാസ്റ്റർ പറഞ്ഞത് നീ ഉണ്ടാക്കിയോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവർക്കേ ഓർമ്മയില്ല. നിങ്ങൾ ചോദിച്ചു. കുട്ടി പരീക്ഷിക്കുമ്പോ പഠിച്ചു എന്ന് അന്വേഷിക്കില്ലേ നിങ്ങൾ? ഹോംവർക്ക് ചെയ്തു എന്ന് അന്വേഷിക്കുന്നവരല്ല നിങ്ങൾ. ദൈവവിഷയത്തിന് ആഗ്രഹം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? മക്കളെ അടുത്ത ഞായറാഴ്ച പാസ്റ്റർ ചോദിക്കുമ്പോ കൊടുക്കണം, എഴുതിയോ നോക്കിയോ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ നമ്മുടെ തോൽവി മനസ്സിലായോ? ദൈവത്തെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മൾ? അവന് മഹത്വം കറുക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം കൊണ്ട്? എനിക്ക് നിങ്ങളെ നല്ലവണ്ണം അറിയുന്നുണ്ട്. ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് കൊണ്ടുവരുന്നു. കാരണം ഞാനല്ല നിങ്ങളെ നടത്തുന്നത്. നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും നിങ്ങൾക്കൊരു ശീലമുണ്ട്, അതിൽ നിങ്ങൾ ജീവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ പാസ്റ്ററായി എനിക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് രാത്രി ഏതെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ ദൈവത്തോട് ഞാൻ പറയും, ദൈവം ഏൽപ്പിച്ചത് ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ ചുമതല അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞു. കർത്താവ് ചോദിക്കട്ടെ, ഞാൻ എന്നോട് പറഞ്ഞു ഉവ്വ് ഞാൻ പറയും. ചെയ്തു എന്ന് എന്നോട് ചോദിക്കൂ? ഇല്ല. ഇന്ന് പകൽ ഇതിന്റെ ഭരിക്കുന്ന കുട്ടികളുടെ അമ്മയപ്പന്മാരോട് പറയുന്നു, നിങ്ങളുടെ കുട്ടികളെ നരകത്തിലേക്ക് വിടല്ലേ. അവർ നിങ്ങളോടുകൂടെ നിത്യത്തിൽ വരട്ടെ. അവർ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം 10 മിനിറ്റെങ്കിലും ചെലവഴിക്കാൻ പറ്റാത്ത അമ്മയപ്പന്മാരുടെ മക്കൾ നാളെ ഉപവാസ പ്രാർത്ഥന നടത്തിക്കും നിങ്ങളെ കൊണ്ട്. വ്യക്തമായി പറയാം. ഞാൻ നിങ്ങളാരും ഭയപ്പെടാതിരിക്കാൻ ചിലരോട് മാത്രം ഒരു കാര്യം നമ്മുടെ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതീവ ഗൗരവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ കാര്യമുണ്ട്. കാര്യം 2 വട്ടം ഉണ്ടായതോ അത് സത്യവും വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ? കാര്യം 2 വട്ടം കേട്ടത് എന്താണ് കാരണം? അത് ഇപ്പൊ പറഞ്ഞ കാര്യം അത് സത്യമാണെന്ന് പറഞ്ഞാൽ അതിൽ കളവില്ല. അത് നടക്കും. എപ്പോ സംഭവിക്കും? വേഗത്തിൽ. വായിച്ചു കൊണ്ടിരുന്നത് രണ്ടു വട്ടം രാജാവേ തിരുമനസ്സിന് ഈ സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം സത്യവും അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. നമ്മൾ കഴിയാൻ പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിസ്സാര കരച്ചലല്ല, ദാരുണമാകുന്ന ഒരു കരച്ചൽ ഇതിന്റെ അകത്തുണ്ട്. അത് നീങ്ങി പോകാനായി
ദർശനം കണ്ട ഞങ്ങൾ ദൈവസന്നിധി ഒതുക്കുന്നുണ്ട്. അതിനകത്തൊരു ഭയം വരുന്നതായിരിക്കാൻ ഞാൻ ഉത്തരവാദപ്പെട്ട 1-2 പേരെ മാത്രമേ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ അകത്ത് ധൈര്യം മാത്രം ഇരിക്കട്ടെ, ഭയം വരാതിരിക്കാൻ. ഇതിനകത്ത് ഞാൻ എല്ലാം അറിയുന്ന എല്ലാവരെയും ഓർത്ത്, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരെല്ലാവരെയും ഓർത്ത്, സഹോദരന്മാരാരുമായാലും അവരെല്ലാവരും ഓർത്ത് ഞങ്ങൾ ദിനം പ്രതി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയത്തിന്റെ ആത്മാവിന്റെ അകത്ത് കയറി നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കാതിരിക്കാനാ പബ്ലിക്കിൽ പറയാനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു നഷ്ടം വന്നാൽ നമ്മുടെ മക്കൾ അവിടെ കാണണ്ടേ? എപ്പോഴെങ്കിലും ജാഗ്രതയുള്ളവരാണ്. ഞാൻ ഇന്ന് പറയാം, ഈ അവസാന ഞായറാഴ്ചയായിട്ട് ഒന്നും കൂടെ പറയാം. നിങ്ങളുടെ മക്കൾ ഫോണിൽ ചെലവഴിക്കുന്ന, വാട്സപ്പിലും ഫേസ്ബുക്കിലും ചെലവഴിക്കുന്ന സമയമെങ്കിലും ദൈവസഭ ഇരിക്കാൻ സമ്മതി അവർ ഇരിക്കുന്നില്ലെങ്കിൽ ഫോണെടുത്ത് പുറത്തു കളാം. അവർ നിത്യത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത്. കർത്താവ് നിത്യത്തെ കുറിച്ച് ഒരു പാഠം പഠിപ്പിച്ചു. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ചുടന്നു കളക, അതിനേക്കാൾ വലുതാ നിത്യത. അമ്മയപ്പന്മാരോട് ഞാൻ പറയാം, നിങ്ങളത് കേൾക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കൾ പഠിക്കണം. വചനം വായിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിച്ചാൽ ആ ഫോൺ വാങ്ങിച്ച് ഓഫീസിൽ വെച്ച് നിങ്ങളുടെ കഷ്ടത്തിൽ വെക്കും. അവർക്കത് ആവശ്യമില്ല. ദൈവത്തിൽ അവർക്കത് നിയന്ത്രണമില്ല, അവർക്കതിന്റെ കൺട്രോൾ ഇല്ല. അവരെത്ര സമയം പ്രാർത്ഥിച്ചു. ഒരു കുട്ടിയുടെ എല്ലാ രഹസ്യവും അപ്പനാണോ അമ്മയാണോ? അമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മകൻ എത്ര നേരം പ്രാർത്ഥിച്ചു? വിശുദ്ധ സഭയോഗമല്ലേ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ എത്ര നേരം പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾ അമ്മമാർ മക്കൾ പറഞ്ഞോ, മോനെ നീ പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, എത്ര നേരം പ്രാർത്ഥിച്ചു? നീ എത്ര സമയം, എത്ര അധ്യായം വായിച്ചു? ചോദിക്കാറുണ്ട് നമ്മൾ. നമ്മുടെ ബിസിനസ് എല്ലാവർക്കും ഭാഷ ഞായറാഴ്ചയോഗത്തിന് പറയും. ഞാൻ പറഞ്ഞത് ഇവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ പ്രസംഗിച്ചൊക്കെ ദേവസ്വപ്രവ്യാൽ ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ആരും കൊണ്ടുവിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നമ്മളെങ്ങനെയാ ബാലൻ നടക്കിടുന്ന വഴി അവരെ അഭ്യസിപ്പിക്കാൻ. എങ്ങനെയാ എന്താ ചെയ്യേണ്ടത്? അഭ്യസിപ്പിക്കാൻ. നിന്റെ കയ്യിൽ നിന്റെ കുഞ്ഞ് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നീ കൊടുക്കുന്നതാണ് നിന്റെ കുഞ്ഞിൽ മരണം വരെ നിൽക്കുന്നത്. മക്കൾ എന്താണ്? അവകാശം പ്രതിഫലവും അത് ദൈവിക ദാനവുമാണ്. ഇതിന് കണക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുമോ? അമ്മയും മാതാപിതാക്കൾക്ക്? ഞാൻ കുഞ്ഞുമോൻ അല്ല ചിഞ്ചുമോൻ കോയമ്പത്തൂർ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് മാതൃക പറയാം. അവർ ചില ആഴ്ച ഇവിടെ വരുമല്ലോ. വന്നാൽ വൈകുന്നേരം ഫോൺ വരെ ഞങ്ങൾക്ക് അവരുടെ പ്രിൻസിപ്പാളിൻ്റെ അവർ വിശ്വാസം. അവർ വിളിച്ചു ചോദിക്കും, ഫിന്നിന്ന് അവിടെയുണ്ടോ ഒന്ന് ഉറപ്പാക്കാൻ. ഫിന്ന് എവിടെയുണ്ടോ? അവർക്ക് എൻ്റെ മോൻ യോഗത്തിന് പോയില്ലെങ്കിൽ എന്ത് കുഴപ്പം. പക്ഷെ ആ പ്രിൻസിപ്പാൾ വിചാരിച്ചു, എൻ്റെ സ്ഥാപനത്തിൽ ജീവിക്കുന്ന ഒരു പാസ്റ്റർ മകൻ അവിടെ ഇവിടെ പോകാൻ പാടില്ല. അവർ ആലയത്തിൽ ആരാധിച്ചെന്ന് ഉറപ്പുവരുത്തും. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം ഒരു ഗൗരവമുള്ള വിഷയമാണോ നമുക്ക്? ദൈവം ഒരു ഗൗരവമുള്ള വിഷയമാണോ നമുക്ക്? ഇന്നലെ നമ്മുടെ ഉപവാസം, ഞാൻ ഉപവാസ പ്രാർത്ഥന വന്നു. ഇന്നലെ ഭാഷ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. കാലത്ത് വന്നവർ വൈകിട്ട് കാണില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ആർക്കെങ്കിലും രാത്രി യോഗങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായാൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ മടങ്ങിപ്പോകാൻ ഒരു ഭാരവുമില്ല. ദൈവകൃപയാൽ വാഹനങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങളാക്കാമെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു വാഹനം ഇല്ലാത്തതുകൊണ്ട്. ഇനി വാഹനം ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റാത്തവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ കാറ്, ഇത് കർത്താവ് എനിക്ക് തന്നതാ സുവിശേഷത്തിന് വേണ്ടി, നിങ്ങൾക്ക് അത് കൊണ്ടുപോയി യോഗത്തിന് വരാം. ഞാൻ പറയാത്ത കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിക്കാൻ പറ്റുന്നത് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ദൈവം ഒരു ഗൗരവപ്പെട്ട വിഷയമാണോ നമുക്ക്? ദൈവം ദൈവത്തെ ജാതി ലോകത്തിന്റെ പാപത്തിൽ ഒന്ന് എന്താണ്? ദൈവം എന്നറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക.
ദഹനങ്ങൾ അടുക്കിലേക്ക് ആര് പോകും? ഈ തീയുടെ അടുക്കിലേക്ക് ആര് പോകും? മക്കളെ പഠിപ്പിക്കണം. ദൈവം ദഹിപ്പിക്കുന്ന തീയ. മക്കളെ ഗൗരവത്തോടെ സേവിക്കണം ദൈവം. ലോത്തും നോഹയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലോത്തും നോഹയും തമ്മിൽ പ്രകടമായ വ്യത്യാസം ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താ? ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടില്ല ആരും? നോഹയുടെ ഓക്കെ നോക്കാം. അവരുടെ സ്വകാര്യ ജീവിതത്തിന്റെ ആത്മീയ ഭാഗമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കും. അവരുടെ ആത്മീയ ജീവിതം, അവരുടെ ദൈവത്തോട് ബന്ധത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന് പുറത്ത് അവർ കുടുംബ ജീവിതം. ലോത്ത് വീട്ടിൽ നല്ല താമസക്കാരനാണ്, നല്ല എന്താ പറയാ ജോക്ക് പറയുന്ന മനുഷ്യനാണ്. ഗൗരവപ്പെട്ട് വലും പറയുന്നുണ്ടോ? മക്കളൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ മരുമക്കൊക്കെ അപ്പൻ്റെ അടുത്ത് പോയിക്കും ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയാം? അപ്പൻ്റെ അടുത്ത് സമയം പോകണ അറിയില്ല എന്നറിയാം. സമയം പോണത് അറിയില്ല. സ്വഗൗതമലയ്ക്ക് ദഹന തീ വരുമ്പോൾ ദൂതന്മാർ വന്ന് പറഞ്ഞു പോകും. രക്ഷപ്പെടുത്താൻ അവസരം കൊടുത്തു. എല്ലാവരെയും എനിക്ക് ഈ പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഈ പട്ടണത്തിൽ ആരെങ്കിലും സഹോദരനോ സഹോദരിയോ അപ്പനോ അമ്മയോ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടോ? നീ അവരെ വിളിച്ച് പുറത്തേക്ക് പോയിക്കൊള്ളുക, ഞങ്ങൾ തീയിടവന്നതാണ്. ലോത്തിന് തന്റെ സ്വന്തം ലോത്തിനെ കുറിച്ച് യൂദ പറയുന്നത് വലഞ്ഞുപോയ നീതിമാനാണ്. വലഞ്ഞുപോയ നീതിമാൻ. അവൻ നീതി വിട്ടിട്ടില്ല കേട്ടോ. എന്നിട്ടും അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞു. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അവന്? ഇല്ല. അവൻ പുറത്തേക്ക് വന്ന കൂടെ വന്നോ? ഭാര്യ മക്കളും വന്നോ? ഇല്ല. ദൂതന്മാർ കൈപിടിച്ചാ പുറത്താക്കിയത് കേട്ടോ. എന്റെ അപ്പം പറയുന്നത് ദൈവവചനമാണ്, അതിന് മാറ്റമില്ലെന്ന് പറയുവാൻ ലോത്തിന് തന്റെ തലമുറയിൽ വിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞില്ല. തോറ്റുപോയി. വചനമില്ലാത്ത മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കുകയും ചെയ്തു. സാമൂഹ്യ തിന്മയുടെ വെളിപ്പെട്ടു. അവർക്കത് വിഷമം തോന്നിയില്ല. എന്തുകൊണ്ടാ? മക്കളകത്ത് ദൈവവചനം. ദൈവമക്കളെ, ഈ ലോകത്തെ സമ്പത്തുണ്ടാകുമെന്നല്ല കാര്യം കേട്ടോ. നമുക്ക് തന്ന വിലപ്പെട്ട മക്കൾ, നമ്മുടെ കുടുംബം നിത്യനിരന്തരം. അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനം. നമ്മൾ വേറെ പലതിലും മിടുക്കലാക്കാൻ നോക്കണം. എന്നാൽ നോഹയുടെ പ്രത്യേകത എന്താണ്? നോഹയോട് ദൈവം പറഞ്ഞു, അന്ന് ഒരു കാര്യമുണ്ട്. വെള്ളം മഴ പെയ്തിട്ടില്ല. മഴ എന്തെന്ന് ലോകത്തിന് അറിയില്ല. നോഹ ഏകദേശം 120 കൊല്ലം പ്രസംഗിച്ചു എന്ന് പറയുന്നു. ആധികാരികമായി പറയാൻ 120 വർഷം ക്ഷമയോടെ കാത്തിരുന്നു വാക്യത്തിൽ നിന്ന് പറയാ. ആരെങ്കിലും പുറത്ത് അവന്റെ കപ്പിൽ പറഞ്ഞു താശ്ശേരി പോലും മനസ്സാക്കപ്പെട്ടില്ലല്ലോ. മരം വെട്ടി വരെ രക്ഷിക്കപ്പെട്ടു. ചുമക്കിട്ടുകാരെ രക്ഷപ്പെട്ടില്ല. പക്ഷെ നോഹയ്ക്ക് കുടുംബത്തെ രക്ഷിക്കില്ല. അവന്റെ മക്കള് കല്യാണം കഴിച്ചവരാ. അപ്പൊ കുട്ടികളല്ല. കല്യാണം കഴിച്ച മക്കൾ അപ്പൻ പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് നിന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് ഒരു ഗൗരവപ്പെട്ട ആ നോഹയുടെ വിശ്വാസത്തിന്റെ ശക്തി മനസ്സിലാക്കിയത്. ഇവര് പെട്ടകത്തെ കയറി, മക്കളും കൂടെ കയറി ഉടനെ മഴ പെയ്യുമോ? ഇല്ല. എല്ലാം ഒരേപോലെയാണ്, പണ്ടത്തെ പോലെ തന്നെയാണ്. എത്ര ദിവസം ഇവര് കാത്തിരുന്നു? ആദ്യത്തെ ദിവസം ഇവര് കയറിയിരിക്കുമ്പോ ഇവരെ കൂട്ടുകാർക്ക് പറയടാ ഭ്രാന്തന്മാർ എന്തിനാണ് അതിൻ്റെ കയറിയിരിക്കുന്നത്? ഈ 7 ദിവസവും കളിയാക്കലുണ്ടായിട്ടില്ലേ? നിന്ദിച്ചില്ലേ? അവര് മക്കൾ ഇറങ്ങി പോകുന്ന അപ്പച്ചൻ ഇവരൊക്കെയാണ് അന്ന് മറ്റ് ഇറങ്ങിപ്പോയി മക്കളും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പച്ചന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ മക്കൾ കണ്ടതുകൊണ്ടാണ്. 7 ദിവസം അപമാനം സഹിച്ചിട്ടും നിന്ന സഹിച്ചിട്ടും മറ്റു കളിയാക്കൽ കേട്ടിട്ടും ലോകത്തിൽ വ്യതിയാനം സംഭവിക്കാതിരുന്നിട്ടും അപ്പച്ചന് പോസ്റ്റാണ്, അപ്പച്ചന് എന്താ പറയാ വിവരക്കേടെന്ന് പറയും. 3 മക്കളും അവരെ ഭാര്യമാര് അവരെ സ്വാധീനിച്ചില്ല, ഇറങ്ങിപ്പോയില്ല. മനസ്സിലായോ? അതാണ് ഒരു ഭക്തന്റെ കുടുംബജീവിതം. നിങ്ങളിൽ എന്തെങ്കിലും മക്കൾക്ക് അനുകരിക്കാനുണ്ടോ? അതോ ലോത്തിനെ പോലെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അവസാനം ലോത്തിനെ ദൂതന്മാര് പറഞ്ഞപ്പോ ഉള്ളിൽ തീരുമാനമുണ്ടല്ലോ. ഓടിച്ചെന്ന് അവിടെ ചെന്നു. മക്കൾ മരുമക്കളോട് പറഞ്ഞു, മക്കളെ ഇത് തീയിടാൻ പോകണം മക്കളെ.
എന്റെ 2 മക്കൾ നിങ്ങളെ കല്യാണം ഉറപ്പിച്ചതല്ലേ, വായു നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പം തമാശ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം, ജോക്കിലൊരു ജോക്കും കൂടെ. അതാണോ നിങ്ങളുടെ മക്കളുമായി ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മക്കളെ ഉപദേശിക്കുക. പണ്ട് കാലത്ത് നമ്മിൽ വളരെ ഭക്തിയോടെ ജീവിച്ചവരിലും ആ ഭക്തി ഇപ്പൊ ഞാൻ കാണുന്നില്ല, ആ തീഷ്ണത ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ പഠിച്ചു, ഇന്നവരാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, TV അവരുടെ ഭയങ്കര സ്വാധീനം. പ്രാർത്ഥന പോലും മാറ്റിവെക്കാൻ മടിയില്ല. സീരിയൽ കണ്ടില്ലെങ്കിൽ ഭയങ്കര അഡ്മിറ്റ് ആവും, അറ്റാക്ക് വന്നിട്ട്. അതേ സമയത്ത് ദൈവവചനത്തിന് 10 മിനിറ്റ് അവരിരുത്തി, മക്കളിരുത്തി കൂടി നിന്ന് പ്രാർത്ഥിപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ നിത്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊരു ദൈവദാസൻ നൽകി ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടാൽ മാഷുമാര് പഠിപ്പിച്ചത് നിങ്ങൾ പുസ്തകം നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി തോറ്റുപോകും. പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, അവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ ദൈവമെന്ന് കാണണം കേട്ടോ. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ദൈവത്തെ ഒന്ന് ചേർന്നിരുന്ന ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. നേരം വെളുക്കുമ്പോൾ, രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ മക്കളെ കൂട്ടിയിരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അപ്പനും അമ്മയും പ്രാർത്ഥിച്ചാ പോരാ. അപ്പൊ നമ്മൾ പലരും വിചാരിക്കുന്നില്ല, അവർ ഉറങ്ങല്ലേ, കുട്ടികളല്ലേ, ഉറങ്ങിക്കോട്ടെ. ദൈവമക്കളെ അവർ ഉറങ്ങും. ഈ ഉറക്കാല്ല ഞാൻ പറഞ്ഞത്. അന്ന് കറഞ്ഞിട്ട് എന്ത് കാര്യം? ദിനമതിൻ തുടസത്തിൽ മനോവേലിൻ മുഖാംബുജം, ദിനമതിൻ തുടസത്തിൽ മനോവേലിൻ മുഖാംബുജം, ദേശിച്ച നരനൊരു ദുരിതവും വരില്ല, ദേശിച്ച നരനൊരു ദുരിതവും വരില്ല, മനമതി തെളിവിനോ പാട്ട് 2 വിഭാഗം. ഒരു വിഭാഗം ആദ്യം പാടിയ പാട്ടാണ്. എന്താണ്? ദിനമതി തുടസത്തിൽ മനുവേൽ മുഖാൻ ഗജം കണ്ടവൻ എന്തിയില്ല, ഒരു ദുരിതം വരില്ല. നിങ്ങളുടെ മക്കളെയൊക്കെ രാവിലെ കർത്താവിനെ കാണിച്ചു മോനെ ദാദാ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ കർത്താവ്, വെളിപ്പാട് പുസ്തകം നമ്മുടെ കർത്താവ് കാണിച്ചു കൊടുത്താൽ ഒരു ദുരിതവും അവർക്കാർക്കും. പിന്നെ മക്കളൊക്കെ പോയി, അപ്പൊ പിശാചിന് നമ്മളെ കൊണ്ടില്ലേ, നാളെ ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിന് കഴപ്പുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട് അല്ലെ, മക്കളേക്കും പോവോളം നമ്മൾ അറിയോ? വേദന അറിയോ? ഞാൻ അറിയാറില്ല, നിങ്ങൾക്ക് അറിയുന്നില്ല. മക്കളുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ശരീരത്തിന് വേദന നമുക്ക് ഒന്നും അറിയില്ല. അവര് പോകുമ്പോൾ ഒരു പക്ഷെ പഠിക്കാനോ ചോദിക്കപ്പോൾ ചോദിച്ചോ, അപ്പൊ ഈ ആൾക്കാരെല്ലാം കയറി വരും. അപ്പൊ അതിനെയും പൈസ സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും. അതിന് പാട്ട് പാടിയില്ല നമ്മള്. മനമതി തെളിവിനോ ഏലും സമാധാനം, അപ്പൊ കലങ്ങി മറിഞ്ഞ് കെടുക്കായി പോസം ഹൃദയം.
ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല. പ്രശ്നങ്ങള്, മുന്നിലുള്ള വിഷയങ്ങളൊക്കെയും ചോദ്യചിഹ്നങ്ങളായി മനസ്സിൽ നിങ്ങൾ കലക്കി മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളത്തെ കലക്കത്തി ഒന്ന് തെളിക്കാൻ ദൈവവചനം വായിക്കുമ്പോൾ അകത്തൊരു ഉറപ്പ് കിട്ടുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവ ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ദൈവമക്കളെ നിങ്ങളുടെ മനസ്സങ്ങ് തെളിയും. വചനം തരുന്ന ആശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് തെളിയും. ഈ വചനത്തിന്റെ ആശ്വാസം ഉള്ളിൽ തെളിയുമ്പോൾ അസാധാരണമാകുന്ന സമാധാനം നമുക്ക് വരില്ലേ? ദൈവവചനം അല്ലേ നമുക്ക് ഉറപ്പ് തരുന്നത്? വചനത്തിന്റെ ഉള്ളിൽ നിന്ന് ആഴങ്ങളിൽ നിന്ന് വചനങ്ങൾ ധ്യാനിക്കുകയും അതിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തെ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ മാനുഷിക കണ്ണുകൾക്കോ അതുപോലെ വീക്ഷണങ്ങൾക്കോ തെറ്റായിട്ട് അല്ലെങ്കിൽ നല്ലതല്ലെന്ന് തോന്നുന്ന ചിലത് വരുമ്പോൾ ഭക്തൻ പറയും, ദോഷമായിട്ടൊന്നും എന്നോടെന്നതാതെ അതിനെ നീ അങ്ങ് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ബ്ലഡിൽ അതങ്ങ് കലരുമ്പോൾ ഹല്ലേലൂയ, പ്രത്യേക എനർജി, ആശ്വാസം. നിങ്ങൾ ക്ഷീണിച്ച് തളർന്നു കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് റോട്ടിൽ കൂടെ നടക്കുക, ഭയങ്കര ക്ഷീണം കയറി, ഹല്ലേലൂയ. വെള്ളಕ್ಕೆ കുടിച്ചിട്ട് ആശ്വാസം കിട്ടുന്നില്ല, ക്ഷീണം കൂടുതലാണ്. വെള്ളം ദാഹ്യം മാറ്റൂ, ക്ഷീണം മാറ്റാൻ. അപ്പൊ നിങ്ങൾ കടയിൽ നോക്കിയപ്പോ സ്പ്രൈറ്റോ കൊക്കക്കോളയോ മറാണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നു, നിങ്ങൾ വീട്ടിൽ ബോട്ടിൽ വാങ്ങിച്ചു അത് കുടിച്ചു. അത് കുടിച്ചാൽ ഒരു ഉണർവ് കിട്ടും. എന്തുകൊണ്ടാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒരു ഉണർവ് കിട്ടും. അത് കഴിയുന്നില്ല, അക്ഷരീയത്തുണ്ടാവും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വിഷം കിട്ടിയേ? എന്തുകൊണ്ടത് വിഷം കിട്ടിയേ? കുടിക്കാത്താരാ നിങ്ങൾ? ഞാൻ കുടിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമല്ലോ. പൈസ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ ഇവിടെ ഉൾമനില്ലേ, ആ DDT അതിനകത്തുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാം. നിങ്ങൾ കുട്ടി ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കും. അതിന്റെ തണുപ്പ്, അതായത് ഐസ് കോൾഡ് വിട്ടാൽ ഒന്നും അക്കോളും എന്ത് വേണം വരാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി നട്ടുകൊണ്ടിരിക്കാന്ന് വെച്ചോ, പുഴുക്കൾ വന്നു, പുഴുക്കളൊക്കെ നിറച്ചിരിക്കുക. ഈ സാധനങ്ങൾ എടുത്തിട്ട് നിറച്ച് നോക്കിയേ, ഒരു വിഷം ചേർക്കണ്ട, അവിടേക്ക് ചത്തുപോയി. അപ്പൊ ഇത് ഈ വിഷം നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ബ്ലഡിന്റെ കട്ടി കുറയ്ക്കുമ്പോൾ അതിന്റെ കൊഴുപ്പൊക്കെ കുറയ്ക്കുമ്പോൾ ഇങ്ങോരങ്ങ് പമ്പിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര സ്പീഡിൽ രക്തോടും. രക്തോടിയ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരു എനർജി ഫോം ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ മാനസികമായ സംഘർഷങ്ങളിൽ ഉത്പാദനം അല്ലെങ്കിൽ ഈ ഉന്മേഷം കിട്ടാത്തതിന്റെ കാരണം ദൈവവചനം കാണാത്തതാ. ദൈവവചനത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തില്ല, സാധനമില്ല. പിന്നെ അതിമിടുക്കന്മാർ ഇതാണ് നമ്മുടെ നാടകുത്ത്. മനസ്സിലായില്ലോ നിങ്ങൾക്ക്? ഈ നാടകുത്ത് വ്യവസായക്കാരെ പലരും. അപ്പൊ അവര് പറയും, പാസ്റ്റർക്ക് പറഞ്ഞു, നിങ്ങൾ എടുത്തപ്പോൾ അന്നേക്ക് എനിക്ക് ആവശ്യമായ കൃത്യമായ വചനം കിട്ടി. പ്രാർത്ഥന വിഷയത്തിൽ ദൈവമാണോ? അപ്പൊ പല രീതിയിലങ്ങ് ആശ്വസിക്കുന്നതിനെ അടയാളമാക്കുക. ദൈവമക്കളെ, നിനക്ക് ദൈവാലോചന കിട്ടാൻ ഈ നാടകുത്തല്ല വേണ്ടത്. നിന്റെ അകത്തുള്ളൊരു ദൈവത്തിന്റെ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവ്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിന് നിന്നെ വഴി നടത്തുന്നതാണ്. ആ ദൈവാത്മാവിന്റെ ശബ്ദം നിന്ന് കാതുകളിൽ കേൾക്കാൻ പഠിക്കേ. ഒരിക്കലും കുട്ടിയോട് ഞാൻ ചോദിച്ചു, പരീക്ഷ എങ്ങനെയായിരുന്നു? പരീക്ഷ കുറച്ച് ടഫ് പക്ഷെ ജയിക്കോടാ, ജയിക്കും. ഞാൻ ചോദിച്ചു, എന്താ നീ ഉറപ്പ്? പരീക്ഷ കട്ടിയാന്ന് നീ പറയുന്നു, നീ ജയിക്കുമെന്നും പറഞ്ഞു. എങ്ങനെയാ? ഞാൻ കാലത്തെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ട് തുറക്കാൻ.
തുറന്നു നോക്കിയപ്പോൾ വാക്യം കിട്ടി. ആ വാക്യനെ മനുഷ്യൻ ജയിക്കുന്ന പഠിച്ചില്ലെങ്കിൽ മണ്ടൻ പോക്കൽ വിചാരിച്ചിരിക്കുകയാണ്. അത് ജയിക്കുന്നു. അമ്മ പഠിപ്പിച്ചു കൊടുത്തോ ഒന്നിനെ വിളിച്ച് നോക്കിയപ്പോഴൊക്കെ മോനെ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലേ, ഇത് ക്രിസ്തീയമല്ല, ഇത് ഹൈന്ദവ തത്വമാണ്. പണ്ടുകാലത്ത് പലരും ജാതി സമുദായത്തിലായിരുന്നപ്പോൾ അങ്ങനെ ഹൈന്ദവരായ സഹോദരന്മാർ നമ്മൾ ബൈബിൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, അവർ ഭഗവത്ഗീത ഉപയോഗിക്കുന്നു. പിന്നെ ധ്യാനിച്ചിട്ട് ഭഗവാനെ ധ്യാനിച്ചിട്ട് പുസ്തകം തുറക്കുന്നു. എന്നിട്ട് അതിന്റെ വലത്തെ പേജ് എടുക്കുന്നു. അതിൽ 7 വരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 വരി വിട്ടിട്ട് ബാക്കി വായിക്കുന്നത് അവർക്കുള്ളതായ ഒരു പ്രവർത്തനമാണ്. അവരുടെ വിശ്വസിക്കുന്നത് ഇത് ക്രിസ്തീയവൽക്കരിച്ചിരിക്കുക, ദൈവാത്മാവിനെ മാറ്റി നിർത്തിയിരിക്കുക. പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ പഠിക്കണം. നീ പ്രാർത്ഥിക്കുന്നതിനെന്നറിയോ, ബുദ്ധിയെ വികസിപ്പിക്കാൻ, ഓർമ്മശക്തിക്കും, അത് മറ്റുള്ളവർക്ക് ബോധ്യമാവുക, പഠിപ്പിക്കുന്നവർക്ക് ബോധ്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യുവാൻ ആവശ്യമായി കൃപ തരണമെന്ന് പറഞ്ഞു. ദൈവം കൃപ തരണം. എന്തിനെ? പഠിക്കാൻ, ഭയം കൂടാതെ പരീക്ഷ എഴുതാൻ. അതാ നമുക്ക് ആവശ്യം, അല്ലാണ്ട് ഈ കുലിക്കുത്തല്ല നാടകുത്ത്. ഇന്ന് പകൽ ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കുന്നു. ആ ഒറ്റ വിഷയത്തിൽ നിന്ന് അവസാനിപ്പിക്കുക. ദൈവത്തെ ദൈവമെന്ന് അറിയണം, അവരെ മഹത്വപ്പെടുത്തണം. അവരെന്ത് ചെയ്യണം? നമ്മൾ ഒരു 2 മിനിറ്റ് ദൈവത്തോട് നന്ദിയുള്ളവരാണെന്ന്. രണ്ടാമത്തെ ജാതീയ ലോകത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്? അവർ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യുന്നു. നന്ദി കാണിക്കാറുണ്ട് നമ്മൾ. എങ്ങനെ ദൈവത്തോട് നന്ദി പറയാം? നമ്മളൊരു പെൻസിൽ വാങ്ങിച്ച, അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കുക, എൻ്റെ പേന എഴുതുന്നില്ല. ഞാൻ നിജുവിൻ്റെ ഞാൻ പേനിൻ്റെ കയ്യിൽ കൊടുക്കും, അവൻ പേന കൊടുക്കുന്നു. ഞാൻ എൻ്റെ കാര്യം നിർത്തി. തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എന്ത് പറയും? സ്വാഭാവികമായി ഇല്ലേ? ഒരു മനുഷ്യനോട് 1 മിനിറ്റ് എഴുതാൻ തന്ന പേനയ്ക്ക് നന്ദി പറയും നമ്മൾ. ആയിഷ തന്ന ദൈവത്തോട് നന്ദിയുണ്ടോ? നമ്മുടെ മൂക്കിന്റെ ശ്വാസത്തിൽ തന്റെ കയ്യിലൊതുക്കി വെച്ച ദൈവത്തോട് നാം നന്ദിയുള്ളവരാണോ? അങ്ങനെ ഒരു ദൈവഭക്തി ഉണ്ടോ നമുക്ക്? ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഇതിന് ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്, അതൊക്കെ നൽകി തരണം. എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാം പ്രാർത്ഥിച്ചു. വൈകുന്നേരത്തിനുള്ളിൽ കർത്താവ് എല്ലാം നൽകി തന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു തന്നു. രാത്രി കിടക്കാൻ നേരത്തെ കർത്താവേ ഇന്ന് പകൽ ചെയ്തതെല്ലാം നമ്മൾക്ക് സ്തോത്രം. ഒറ്റ വെടിക്കെല്ലാം തീർന്നു. ചോദിച്ചത് ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കല്ലേ ചോദിച്ച്? നന്ദി പറയുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു. അതില്ല, ഒറ്റ വെടിക്കെല്ലാം തീർന്നു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മെക്കാൾ കൂടുതൽ അറിയുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ നാം സ്തുതിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ദൈവത്തോട് നാം നന്ദി കരറ്റുന്നവരാണോ? ഹല്ലേലൂയ. ദൈവത്തെ നാം സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവരാണോ? എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം